വരുന്ന അധ്യയന വർഷത്തിൽ പുതിയ സ്കൂളിൽ പോകാനിരിക്കെയാണ് കല്യാണി കൊല്ലപ്പെടുന്നത്. ഇന്നലെ 3 മണിക്ക് ശേഷം കുട്ടിയെ അംഗനവാടിയിൽ നിന്നും അമ്മ സന്ധ്യ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ജീവനോടെ ബന്ധുക്കളാരും അവളെ കണ്ടിരുന്നില്ല. കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെ തന്നെ പോലീസ് അമ്മയുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അമ്മ പറഞ്ഞിരുന്നത്. സന്ധ്യ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് സന്ധ്യയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ മുൻപും സന്ധ്യ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഭർത്തമാതാവ് രാജമ്മ പറഞ്ഞു. മൂത്ത മകൻ കാശിനാഥിനെ ടോർച്ച് കൊണ്ട് അടിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഐസ്ക്രീമിൽ വിഷം നൽകാനുള്ള ശ്രമവും നടത്തിയിരുന്നുവെന്നും രാജമ്മ പറഞ്ഞു. സന്ധ്യയുടെ അമ്മയും സഹോദരിയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കല്യാണിയുടെ അച്ഛൻ സുഭാഷ് പറയുന്നത്. പിതാവ് സുഖമില്ലാത്തതിനാൽ കുറച്ചുനാളായി ആശുപത്രിയിലായിരുന്നു. ഇന്നലെ രാവിലെ വീട്ടിലെത്തി മടങ്ങുമ്പോൾ സന്ധ്യയുടെ ഭാഗത്തുനിന്ന് അസ്വാഭാവികമായ പെരുമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും സുഭാഷ് പറയുന്നു. നിലവിൽ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലാണ് സന്ധ്യ. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തൂവെന്നാണ് വിവരം. മാനസികാരോഗ്യത്തിൽ സംശയം ഉന്നയിക്കുന്നതിനാൽ ഇതിനായുള്ള പരിശോധനകളും നടത്താനാണ് പോലീസ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.